ചൊവ്വാഴ്ച ഇന്നത്തെ പ്രധാന വാർത്തകൾ വായിക്കുന്നത് DCC ട്രഷററുടെയും മകന്റെയും മരണം ആത്മഹത്യയല്ല, ഇരട്ടക്കൊല. ഗ്രാമങ്ങളിൽ ഡിജിറ്റൽ സാക്ഷരതയ്ക്ക് ടെക്സ്ഫിയറുമായി ടാൽറോ മൈവാൾ. കണ്ണവം നിലത്തിൽ തിരച്ചിൽ വിഫലം, യുവതിയെ കണ്ടെത്തിയില്ല. ജനവാസ മേഖലയിൽ കുടുങ്ങിയ പുള്ളിപ്പുലിയെ പിടികൂടി. 25 വർഷമായി അടഞ്ഞുകിടക്കുന്ന വീട്ടിലെ ഫ്രിഡ്ജിൽ അസ്ഥികൂടം കണ്ടെത്തി. ബസ് കൊക്കയിൽ മറിഞ്ഞ് 4 പേർ മരിച്ചു. ഇരിട്ടി മഹോത്സവം, ആവേശമായി കബഡി മത്സരം. സസ്നേഹം ഇരിട്ടി മഹോത്സവം സാംസ്കാരിക സമ്മേളനം നാടക പ്രവർത്തകനായ മുഹമ്മദ് പേരാമ്പ്ര ഉദ്ഘാടനം ചെയ്തു. കെ സുരേഷ് അധ്യക്ഷനായ ചടങ്ങിൽ മനോജ് അത്തിത്തട്ട, പി ഫൈസൽ, സി കെ ലളിത, ബീന ട്രീസ, രഞ്ജിത്ത് വേങ്ങാടൻ തുടങ്ങിയവർ സംസാരിച്ചു. ഇനി നോക്കാം സ്പോർട്സ്. ദേശീയ സ്കൂൾ മീറ്റ്, അതിഥിക്ക് സ്വർണം. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് ലിവർപൂളിനെ യുണൈറ്റഡ് തളച്ചു. ചാമ്പ്യൻസ് ട്രോഫി ഏകദിന ക്രിക്കറ്റ് ടൂർണമെന്റിനുള്ള ഇന്ത്യൻ ടീമിനെ ഉടൻ പ്രഖ്യാപിക്കും. ഇതോടെ ഇന്നത്തെ പ്രധാന വാർത്തകൾ അവസാനിച്ചു. നന്ദി, നമസ്കാരം. നിച്ചൂസ് മീഡിയ വിഷന്റെ സ്പെഷ്യൽ എഡിഷനിലേക്ക് സ്വാഗതം. ആനകളും പുലികളും കാടിറങ്ങി വരുമ്പോൾ മണ്ണിന്റെ അരികുപറ്റി ജീവിക്കുന്ന ചില ചെറുജീവികളുണ്ട്. നോക്കാം നിച്ചൂസ് മീഡിയ വിഷന്റെ സ്പെഷ്യൽ എഡിഷനിലൂടെ. മനുഷ്യന്റെ അരികുപറ്റി ജീവിക്കുന്ന ചില ജീവനുകളുണ്ട്. കാടും കാടിന്റെ വറുതിയും വിശപ്പ് ബാക്കിയാവുമ്പോൾ നമ്മൾ ഉപേക്ഷിക്കുന്ന അവശിഷ്ടങ്ങൾ കഴിച്ച് നമ്മുടെ വീട്ടുമുറ്റം വരെ കടന്നെത്തുന്ന പ്രകൃതിയുടെ കൂട്ടുകാർ. എന്റെ വീട്ടുമുറ്റത്ത് നിന്ന് പകർത്തിയ ദൃശ്യം ഞാൻ നിങ്ങൾക്ക് സമർപ്പിക്കുന്നു. ഇതുപോലുള്ള വീഡിയോകൾ കാണാൻ തുടർന്ന് നിച്ചൂസ് മീഡിയ വിഷൻ സബ്സ്ക്രൈബ് ചെയ്യൂ.